നമുക്ക് ബാങ്കിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും അത്ര തന്നെ പ്രധാനപ്പെട്ടതുമാണ്. എല്ലാ എക്സാമിനും, മിക്കവാറും കോർപ്പറേഷന്റെ എല്ലാ എക്സാംസിനും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഏതാണ് ടോപ്പിക്? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് കോളത്തില് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ വരുന്ന കേസ്, ഏതൊക്കെ കേസിലാണ് ഈ റിലേഷൻഷിപ്പ് പറയപ്പെടുന്നതെന്നാണ്. ദെൻ സെക്കൻഡ് കോളം ബാങ്ക്, തേർഡ് കോളം കസ്റ്റമർ. അതായത് ഓരോ കേസിലും ബാങ്ക് ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കസ്റ്റമർ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ദെൻ നോർമൽ കേസിൽ, അതായത് ഒരു ബിസിനസിന്റെ കേസിൽ എന്താണ് ഈ ഡെപ്റ്റർ ക്രെഡിറ്റർ എന്ന് വെച്ചാൽ, ബിസിനസിനോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ഡെപ്റ്റർ. വൺ ഹു ഓസ് ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ളത് ആരാണോ അവരാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാനൊരു സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം ആ സ്ഥാപനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റർ ആയിരിക്കും. ലോൺ എടുത്തത് ഞാനാണ്, ഞാൻ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ഞാൻ ഡെബിറ്റർ ആണ്, ഡെപ്റ്റർ ആയിരിക്കും. അപ്പം ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റർ എന്ന് പറയുന്നത് ഒരു അസറ്റും ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയും ആയിരിക്കും. ഓക്കെ, ഇനി ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ക്യാഷിന്റെ യഥാർത്ഥ ഓണർ ആരാണോ അവരാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഒരു ഗുഡ്സിന്റെ അല്ലെങ്കിൽ ക്യാഷിന്റെ യഥാർത്ഥ ഓണർ ആരാണോ അവരെ നമുക്ക് ക്രെഡിറ്റർ ആണെന്ന് പറയാം. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഡെപ്പോസിറ്റ് ആണ്. അതായത് ഒരു ബാങ്കിലേക്ക് ഒരു കസ്റ്റമർ ഡെപ്പോസിറ്റ് കൊടുക്കുകയാണ് ബാങ്കിലേക്ക്. ആ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ഡെപ്റ്റർ ആയിട്ട് വരുന്നത് ബാങ്ക് ആണ്. അതായത് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, കസ്റ്റമർക്ക് തിരിച്ച് കൊടുക്കാനുള്ളതാണ്. അവിടെ ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. സോ ക്രെഡിറ്റർ, കസ്റ്റമർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്, ബാങ്ക് എന്ന് പറയുന്നത് ഡെപ്റ്റർ ആണ്. ദെൻ അടുത്ത കേസാണ് ലോൺ. അതായത് ഒരു വ്യക്തി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. അപ്പം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. അതായത് ലോൺ എമൗണ്ടിന്റെ യഥാർത്ഥ ഓണർ ആരാണ്? ലോൺ എടുത്തിരിക്കുന്ന എമൗണ്ടിന്റെ യഥാർത്ഥ ഓണർ, ലോൺ എമൗണ്ടിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്, അല്ലെ? അപ്പം ഈ ബാങ്ക് ആണ് ക്രെഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലോൺ എമൗണ്ടിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ബാങ്ക് ആണ് ക്രെഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കസ്റ്റമർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഡെപ്റ്റർ ആയിരിക്കും. കസ്റ്റമർ പിന്നീട് ഈ എമൗണ്ട് തിരിച്ച് ബാങ്കിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ലോണിന്റെ കേസിൽ ബാങ്ക് ക്രെഡിറ്ററും കസ്റ്റമർ ഡെപ്റ്ററും ആയിരിക്കും. ഇനി അടുത്ത കേസാണ് സേഫ് ഡെപ്പോസിറ്റ് ഇൻ ലോക്കർ. അതായത് ബാങ്ക് നമുക്ക് തരുന്ന ഒരു സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്? ലോക്കർ എന്ന് പറയുന്നത്. നേരത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിന്റെ ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഏതാണ്? സേഫ് ഡെപ്പോസിറ്റ് ഇൻ ലോക്കർ എന്നതാണ്. അപ്പം ബാങ്ക് നമുക്ക് തരുന്ന ഒരു സർവീസ് ആണ് ലോക്കർ ഫെസിലിറ്റി. അപ്പൊ ഈ ലോക്കർ ഫെസിലിറ്റി ബാങ്ക് നമുക്ക് തരുന്നതിന് നമ്മൾ മാസങ്ങളിൽ ബാങ്കിലേക്ക് റെന്റ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ലെസ്സർ ലെസ്സി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത് ലീസ്, വാടക, റെന്റ് എന്നുള്ള ആ ഒരു വേർഡ്, ലീസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ലെസ്സർ ലെസ്സി എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിട്ടുള്ളത്. ദെൻ സേഫ് ഡെപ്പോസിറ്റ് ഇൻ ലോക്കർ. ഈ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഈ ലോക്കറിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? ലോക്കറിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ബാങ്ക് ആണ്, അല്ലെ? അപ്പം ബാങ്ക് ആണ് ലെസ്സർ. ബാങ്ക് ലെസ്സറും കസ്റ്റമർ ലെസ്സിയുമാണ്. അതായത് കസ്റ്റമർ ലോക്കർ വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ സൂക്ഷിക്കാനായിരിക്കും. അപ്പം ബാങ്ക് ലെസ്സറും കസ്റ്റമർ ലെസ്സിയും ആയിരിക്കും. ദെൻ അടുത്ത കേസ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് ഓർ ഗുഡ്സ്. അതായത് വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കും. ആ ഒരു കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബെയിലി ബെയിലർ ആണ്. നമുക്ക് ഗോൾഡ് എടുക്കാം.
ഗോൾഡ് നമുക്ക് സേഫ് ആയിട്ട് കസ്റ്റഡിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഈ ഗോൾഡിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? കസ്റ്റമർ ആണ് അല്ലെ. അപ്പൊ കസ്റ്റമർ ആണ് ബെയിലർ എന്ന് പറയുന്നത്. കസ്റ്റമർ ആണ് ബെയിലർ എന്ന് പറയുന്നത്. ദെൻ ബാങ്ക് ആരായിരിക്കും? ബെയിലി ആയിരിക്കും. ബാങ്ക് ബെയിലി ആയിരിക്കും. അടുത്തത് പ്ലെഡ്ജ് ഗുഡ്സ് ഓർ ഡോക്യുമെന്റ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ലോൺ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡോക്യുമെന്റോ ഗുഡ്സോ പണയം വെക്കും അല്ലെ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കും. ഈ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? പോണി പോണർ റിലേഷൻഷിപ്പ് ആണ് പ്ലെഡ്ജ് ഗുഡ്സ് ഓർ ഡോക്യുമെന്റിൽ വരുന്നത്. അപ്പം ഈ ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ ഈ ഗുഡ്സിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റമർ ആണ് അല്ലെ. കസ്റ്റമർ ആണ് ഇത് പണയപ്പെടുത്തിയിരിക്കുന്നത്. എന്ത്? ഗുഡ്സ് ഡോക്യുമെന്റ്. അപ്പൊ ഗുഡ്സ് ഡോക്യുമെന്റിന്റെ യഥാർത്ഥ ഓണർ കസ്റ്റമർ ആണ്. സോ പോണർ എന്ന് പറയുന്നത് കസ്റ്റമർ ആയിരിക്കും, പോണി എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും. ദെൻ ലാസ്റ്റ് ഏജൻസി ഫംഗ്ഷൻ. അതായത് നമ്മൾ LIC, ഫോൺ ബില്ല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, LIC, ലോൺ ഇങ്ങനെയുള്ള പേയ്മെന്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിനെ ഒരു ഏജന്റ് ആയിട്ട് നിർത്താണ്. അതായത് ബാങ്ക് വഴി നമ്മൾ ഈ പേയ്മെന്റുകളെല്ലാം നടത്താണ്. അപ്പം ഈ ഫംഗ്ഷൻസിൽ, ഏജൻസി ഫംഗ്ഷൻസിൽ ബാങ്ക് എന്ന് പറയുന്നത് ഏജന്റും കസ്റ്റമർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിളുമായിരിക്കും. ബാങ്ക് ആണ് ഇവിടെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ ഓണർ എന്നിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ലെസ്സർ, SOR, ലെസ്സർ ഓണർ, ലെസ്സർ ഓണർ, ബെയിലർ ഓണർ, പോണർ ഓണർ, അങ്ങനെ ഒന്ന് ബന്ധപ്പെടുത്തി പഠിക്കുക. അതായത് നമ്മുടെ ലോക്കറിന്റെ കേസിലാണെങ്കിൽ ലോക്കറിന്റെ ഓണർ ആരാണ്? അവരാണ് ലെസ്സർ. ദെൻ ബാങ്ക് ആയിരിക്കും. ലോക്കറിന്റെ ഓണർ ബാങ്ക് ആണ്, ലെസ്സർ ഓണർ ലെസ്സർ. ദെൻ അടുത്തത് എന്താണ്? നമ്മുടെ ഗോൾഡിന്റെ കേസാണ് പറയുന്നത്. ഗോൾഡിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, ഓണർ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. ദെൻ ബെയിലർ ഓണർ. ദെൻ അടുത്തത് ഡോക്യുമെന്റ് ആണ്. പ്ലെഡ്ജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പ്ലെഡ്ജ് ഗുഡ്സ് ഓർ ഡോക്യുമെന്റ് ആണ് പറഞ്ഞത്. ദെൻ അവിടെ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. കസ്റ്റമർ ഓണർ കസ്റ്റമർ ആണ് ഓണർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടായിരിക്കും.